മൂവി. ഫസ്റ്റ് മൂവിയിൽ നിന്ന് മാത്രമല്ല, സുരേഷ് ഏട്ടൻ എൻ്റെ ഒരു ഫസ്റ്റ് സിനിമയിൽ അഭിനയിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് സിനിമ ചെയ്യാന്നുള്ളത് അതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ സിനിമ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ഇൻവോൾവ്മെൻറ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഒന്നുകൂടി ജനങ്ങളുടെ ഇടയിലേക്ക് നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ ഈ ഫിലിമിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടർ പ്രവീൺ ഈ സബ്ജക്റ്റ് വന്നപ്പോൾ വളരെ ഫസ്റ്റ് ടൈമിൽ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് തോന്നി ഈ പടം. ഇത് സുരേഷ് ചേട്ടൻ്റെ ഇത് മേക്കിംഗ് കഴിഞ്ഞ ശേഷം എനിക്ക് കണ്ടപ്പോൾ തോന്നും സുരേഷ് ചേട്ടൻ്റെ ഇത് ഒരു ഫസ്റ്റ് 100 മൂവി ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Thanks a lot. And when he's there, I would like to say one thing. നമ്മൾ എപ്പോഴും വർഷങ്ങളായിട്ട് ഒരു ട്രെൻഡാണ്. When there is a movie, പണ്ടൊക്കെ നമ്മൾ ആദ്യം ആ ഒരു സ്ക്രീനിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നവരെ മാത്രമാണ് നമ്മൾ അറിഞ്ഞിരുന്നത്, കണ്ടിരുന്നത്. And then we started to acknowledge the crew behind. പക്ഷേ I think we should have a big round of applause for the production side and we should be acknowledging them. So ഒരു വലിയ കൈയടി കൊടുക്കാം. കാരണം ഓരോ സിനിമയും അത് സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിന് വലിയൊരു പങ്ക് വഹിക്കുന്ന പ്രൊഡക്ഷൻ സൈഡ് തന്നെയാണ്. Thanks a lot for your decision and making it true for all of us, for Malayalam industry. Thank you. Big round of applause once again, ladies and gentlemen. And Kishkinda Kandam, and now it is all about JSK. Release in ദിവസങ്ങൾ മാത്രമാണ്. So how was your experience? എന്താണ് നമ്മുടെ കൊച്ചിയിലെ സിനിമയെ ആഘോഷിക്കുന്നവരോട് പറയാനുള്ളത്? JSK ആക്ച്വലി ഒരു തിയേറ്റർ വാച്ച് ചെയ്ത മൂവിയാണ്. സോ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും പോയി കാണുക. ആക്ച്വലി ഈ സിനിമ ഞങ്ങൾ 2002 തുടങ്ങുന്നത്. അന്നോട്ടുള്ള ജേണിയാണ് ആക്ച്വലി അത്. സോ ആക്ച്വലി ഞാൻ AD ആയിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് വേറെ തന്നെയായിരുന്നു. അതിന് താങ്ക് യു പ്രവീൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ ഈ മൂവിയിലോട്ട് എന്നെ സെലക്ട് ചെയ്ത് രാജശേഖരനാണ്, ഞങ്ങളുടെ ചീഫ് അസോസിയേറ്റ്. രാജശേഖരനോടെ ഉണ്ട്. അതിലും താങ്ക് യു സോ മച്ച്. വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആക്ച്വലി. പടം ഇറങ്ങുന്നതിന് എല്ലാ സന്തോഷവും എക്സൈറ്റ്മെൻറ്റും ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ ഷെയർ ചെയ്യും. താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം, എല്ലാവരും മൂവി കാണണം. കണ്ട് എന്താ പറയുക, നിങ്ങളെല്ലാവരും കൂടി ഇത് വലിയ വിജയമാക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും വെരി വെൽ സെഡ്. ആൻഡ് അപർണ, ഓവർ ടു യു. ഒരുപാട് സന്തോഷമുണ്ട്. ഫസ്റ്റ് മൂവി ആയിരുന്നു. ലൈക്ക് ഇത്രയും വലിയ വലിയ ആക്ടേഴ്സിൻ്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ്. കാത്തിരിപ്പായിരുന്നു കുറേ നാളായിട്ട്. കാരണം ഇത് കഴിഞ്ഞ് വന്ന മൂവി റിലീസായപ്പോൾ ഇത് റിലീസാവുന്നില്ലായിരുന്നു. സത്യമായിട്ട് റിലീസാവാൻ പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് ഇത്രയും നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു വേഷം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻ്റാണ് സീരിയസ്ലി. ആൻഡ് സാറിനെ കണ്ട ഫസ്റ്റ് ടൈം തന്നെ എൻ്റെ കയ്യിൽ പോയില്ല. ഞാൻ ഫുൾ പാനിക്കായി പോയി. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ കാണുമെന്ന് പ്രതീക്ഷിച്ച ആളല്ലല്ലോ. ഇത്രയും വലിയൊരു ആക്ടറിനെ നേരിട്ട് കണ്ട് ആ ഒരു ക്വാളിറ്റിയിൽ സാറിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ശരിക്കും തോന്നിച്ചു. സോ ഞാൻ വെയിറ്റ് ചെയ്യാണ് മൂവി റിലീസ് ആവാൻ വേണ്ടി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും പോയി മൂവി കാണുക. അത്ര അടിപൊളി മൂവി. ഫസ്റ്റ് ടൈം കാണുന്നതിന് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുകയായിരുന്നു. ഇതിൽ സാറ് വരണ്ടപ്പോൾ മോശം കൂടെ തോണ്ടി ആക്ച്വലി നമ്മൾ ബ്രേക്ക് പറയുന്നവരെ നമ്മളെന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈയും കാലം കേറുന്നത്. ആൾക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ സാറിനെ കണ്ടപ്പോഴാണ് ആൾ ടെൻഷൻ കുറഞ്ഞത്. സാറിന് ഓർമ്മയുണ്ടോന്ന് അറിയില്ല. ഇവള് ആക്ച്വലി ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ സാറ് വന്നിട്ട് BP ഓർമ്മയുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേനും അവള് കിളിപ്പോയി. അവള് എനിക്ക് തല ഇറങ്ങുന്നു എന്നൊക്കെയാ പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പെക്ട് ചെയ്തതല്ല ഒരു ആക്ടർ കൂടെ അഭിനയിക്കാൻ പറ്റും എന്നുള്ളത്. സോ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സാറിനെ കണ്ടൊരിതും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും എല്ലാം കൂടി ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു പോയതാണ്.
ഇവര് രണ്ടുപേരും സെറ്റിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ആർക്കെന്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ മാറി 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 മൈക്ക് അങ്ങനെ പേര് ആകെ ബഹളമുള്ളവര്. But anyway, ആ ഒരു excitement, we are all waiting for the day. So നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ we'll all be in the theater. So ഒരു നല്ല കൈഡി കൊടുക്കാം, like you know, like for journey ahead. ഇപ്പൊ പറഞ്ഞ പോലെ your first movie. ഇതിലും നമ്മൾ പറഞ്ഞു ഇതിലും നല്ലൊരു തുടക്കം എൻ്റെ. So I can see the excitement on your face. എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല മൈക്ക് ഫസ്റ്റ് മൂവിയാണ് അത് കഴിഞ്ഞ് ചെയ്തത് റിലീസായി. ആ ബട്ട് ഇതാണ് എൻ്റെ എന്താ പക്ഷേ പറയുക, ഇതാണ് first. കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം എന്താണ് സിനിമ എന്നുള്ളത് പഠിക്കാൻ പറ്റി. ഒന്നും അറിയാണ്ടാണ് സെറ്റ് വന്നത്. പിന്നെ എന്താ പറയാ, അനു എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്ട് ചെയ്യുന്ന ടൈമില്. അനുവിന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് രണ്ടുപേരും ഓൺ സ്ക്രീൻ വരുന്നത്. സോ യാ ഓക്കെ, മൂന്ന് പേര് ഒരു കോമ്പോ ആണ്, ഒരു ട്രയാങ്കിൾ കോമ്പോ. ഓക്കെ, സോ നമ്മളെല്ലാവരും കാത്തിരിക്കാൻ. anyway, once again ഒരു നല്ല കൈഡി കൊടുക്കാം for both of them. Thanks a lot for joining and we're all waiting for the day. Thank you for joining. I'll take you guys here. And എന്താണ് JSK വിശേഷം ഞങ്ങളോട് പറയാനുള്ളത്? എനിക്ക് തോന്നുന്നു പതുക്കെ നടന്നാലും സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് എത്തിയാൽ മതി. Correct ആണ്. ഈ എത്ര പേര് എന്നെ ഇതിനു മുമ്പ് സിനിമ കണ്ടോ ഓർക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ബട്ട് JSK എന്നെ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയായിരിക്കും. താങ്ക് യു സുരേഷ് ചേട്ടാ, താങ്ക് യു പ്രവീൺ ചേട്ടാ. ഇനി പറയട്ടെ. അല്ല, എന്താണ് സിനിമ വിശേഷങ്ങൾ? പക്ഷെ അതിനു മുൻപ് എത്ര പേരെന്നെ സിനിമയിൽ കണ്ട് അറിയുന്നെന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു മുഖം നമുക്ക് പല രീതിയിൽ സുപരിചിതമാണ്. ഒന്ന് ചെറിയൊരു ചായ, ആ ശബ്ദം, പക്ഷെ അതിനൊക്കെ അപ്പുറം ആ ഒരു ഡെബ്യൂ മൂവി ലൈക്ക് അനിബി 2.5 അത് കാണാത്തവർ വളരെ കുറവാണ്. സോ ഞങ്ങൾക്ക് എല്ലാവർക്കും we still have you here. പക്ഷെ ഇപ്പൊ പറഞ്ഞ പോലെ this is going to be your comeback. We are all waiting. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് JSK? എനിക്ക് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തത് പ്രവീൺ ചേട്ടനും ജയകൃഷ്ണ എന്ന് പറയുന്ന റൈറ്ററാണ്. എനിക്ക് എന്താ പറയാ, സുരേഷ് ചേട്ടന്റെ പടം എന്ന് പറയുമ്പോൾ അതിലേക്ക് വിളിക്കുക അതേപോലെ ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഒരു പ്രവീൺ ചേട്ടൻ ഞാൻ ഉറപ്പായിട്ടും എനിക്ക് അത്രയും സന്തോഷം. കാര്യം ഞാനൊക്കെ ഈ തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് ഈ ഞായറാഴ്ചകളിൽ വൈകുന്നേരം 4 മണിക്ക് സുരേഷിന്റെ സിനിമകൾ കണ്ട് അതിന് കൈയടിച്ചിട്ടുള്ളവരാണ്. അതായത് TV കണ്ട് കൈയടിച്ചിട്ടുള്ളവരാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ. സുരേഷിന്റെ കൂടെ സ്ക്രീൻ സ്പേസ് ചെയ്യുക, സ്ക്രീൻ ഷെയർ ചെയ്യുക, അതൊക്കെ എന്ന് പറയുന്നൊരു സ്വപ്നമാണ് എനിക്കൊന്ന് ഏതൊരു ആക്ടറിന്റെ. അപ്പോൾ സോ ലക്കി. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും we are all waiting. And എങ്ങനെ ഇവിടെ തന്നെ ഉണ്ടാവും, നമ്മളോടൊപ്പം ഉണ്ടാവും കാണാനായിട്ട്? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. സോ ഒരു വലിയ കൈയടി കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മുഖം ഓർമ്മയുണ്ടാവും എന്നൊക്കെ ഒരു ഡയലോഗ് പറഞ്ഞു. പക്ഷെ അത് അങ്ങനെ എല്ലാം അറിയിക്കേണ്ട നമ്മളാണ്. അപ്പൊ ഒരു സ്ട്രോങ് കൈയടി കൊടുക്കാനോ ഈ മുഖം ഓർമ്മയുള്ള എല്ലാവരും ഒരുമിച്ച് ഇനി ഇവിടെ ഉണ്ടാവാൻ ശ്രമിക്കാം. ഉണ്ടാവും. അതാ യെസ്. സോ താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഫസ്റ്റ് ഓഫ് ഓൾ പ്രവീൺ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഈ ഒരു സിനിമയിലേക്ക് എന്നെ വിളിച്ചതും. ഐ എം വെരി വെരി ഹാപ്പി. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 15 വർഷങ്ങൾക്ക് മുമ്പ് സുരേഷ് ചേട്ടൻ്റെ കൂടെ ജനകൻ അഭിനയിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. സോ അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആക്ച്വലി കുറച്ച് കാലമായിട്ട് ഞാൻ സിനിമകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു എന്താ പറയുക, എന്നാൽ പോലും ഓർത്ത് തന്നെ വിളിച്ചതിനും സുരേഷ് ചേട്ടൻ്റെ കൂടെ ഈ സിനിമയുടെ ഭാഗമാകാനും പിന്നെ ഈ പറയുന്ന ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ്, വെരി വെരി ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ്, അപ്പോൾ അവരുടെ കൂടെ എല്ലാം കുറേ മൊമെൻറ്റ്സ് ഷെയർ ചെയ്യാൻ പറ്റി. സോ അതിനെല്ലാവരും ഒരുപാട് നന്ദി. ആൻഡ് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കും. തീർച്ചയായിട്ടും ലോട്ട് ഓഫ് ടാലന്റഡ് യങ്സ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പൊ യങ്സ്റ്റർ അല്ലേ? യങ്സ്റ്റർ അങ്ങനെ കഴിക്കുകയും ചെയ്തു, സീനിയറുടെ ആയും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിലാണ്. Anyway, ഒരു കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ളത്, ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ആൻഡ് ഇപ്പോ JSK. സോ എന്താണ് ആ ഒരു ഡിഫറൻസ് സുരേഷ് ഓൺ സ്ക്രീൻ while doing one set? ഇല്ല, ലൈക്ക് സുരേഷ് ചേട്ടൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന സുരേഷ് ചേട്ടൻ ക്യാരക്ടർ വൈസ് ദർ ഇസ് നോ ചേഞ്ച്. പക്ഷേ ഹിസ് സ്റ്റാൻഡ്സ് ഇൻ പൊളിറ്റിക്കൽ വേൾഡ് ഹാസ് ചേഞ്ച്ഡ്. ആൻഡ് ബീയിങ് എ പ്രൗഡ് തൃശ്ശൂർക്കാരൻ, ഐ എം വെരി വെരി ഹാപ്പി ദാറ്റ് ബിക്കോസ് തൃശ്ശൂർ സുരേഷ് ചേട്ടൻ്റെ ഒരു സേഫ് ഹാൻഡ്സിലുണ്ട്. ആൻഡ് വിൽ ഹാവ് ലോട്ട് മോർ തിങ്സ് ടു ഡു ഇൻ കമ്മിങ് ഇയേഴ്സ്. സോ അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് തൃശ്ശൂരുകാരികളായിട്ട്. വെരി ഗുഡ്. സോ വി ആർ ഓൾ പ്രൗഡ്. സോ ആ രീതിയിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവ്. സോ
ഇനിയും ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തൃശ്ശൂരിലും കേരളത്തിലും എല്ലാത്തിലും. ആൻഡ് ആസ് ഐ ടോൾഡ്, ക്യാരക്ടർ വൈസ് അന്നും ഇന്നും ഒക്കെ ഒരേപോലെയാണ്. പിന്നെ JSKയുടെ ഒരു കാര്യത്തിന് പറയുന്നതിന് ജസ്റ്റ് ചോദിച്ച സ്ഥിതിക്ക് സുരേഷ് അടുത്ത് ചോദിച്ച സ്ഥിതിക്ക് എനിക്ക് ആക്ച്വലി നവംബർ 2022 നവംബർ 1 എനിക്ക് മോള് ജനിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ജസ്റ്റ് ഒരു രാത്രി 10 മണിക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് അറൗണ്ട് 7 o'clock സംതിങ് ആയപ്പോൾ എനിക്കൊരു കോൾ പെട്ടെന്ന് എനിക്ക് നോക്കിയപ്പോൾ സുരേഷ് ഏട്ടനാണ്. ആൻഡ് ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, സുരേഷ് ഏട്ടന് ഒരാവശ്യമില്ല എന്നെ പോലത്തെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് വിളിച്ച് എൻ്റെ വൈഫ് ഓക്കെയാണോ, മോൾ ഓക്കെയാണോ, എവ്രിതിങ് ഹി എൻക്വയർഡ്. സോ എന്നെ സംബന്ധിച്ചുള്ള അതൊരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. അങ്ങനെ ഓർത്ത് എന്നെ വിളിച്ചതിന് താങ്ക് യു സോ മച്ച്. എനിക്ക് സുരേഷിനെ കുറിച്ച് ക്ലോസ് ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, യുനോ he's an amazing actor, he's a superstar, he's a power pack performer, he's an amazing, presenter, a great politician, social being now. But then apart from all of it, he's an amazing human being. So അതിനു വേണ്ടിയിട്ട് we should have a big round of applause, and I think അതിനാണ് tons of respect and head balls for that. Suresh, thanks a lot for being this human being and being an inspiration for all of us. Definitely, Suresh Ethan's no matter which tag, which political party tag you put on him, it is people vote or people like him for the person he is. No matter which party he is. Adalla prashna. Because he is an amazing soul. I know that personally for sure. Very well said. Again, a big round of applause. So, ഇപ്പോൾ നിങ്ങളെല്ലാവരും തിരിച്ചു വരവിന്റെ കഥ പറഞ്ഞു. ഇപ്പൊ അസ്കർ പറഞ്ഞു പുതിയൊരു മുഖത്തെ ഇവിടെ അടുത്ത ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുന്നു എന്ന് പറയുന്നു. അപ്പൊ തിരിച്ചു വരവൊക്കെ സ്ട്രോങ് ആവട്ടെ. അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉണ്ടാവണം. And brother, you're also doing great job. ഇന്ന് ഇവിടെ കൊച്ചി ലുലു മോളിലെത്തിയിരിക്കുന്നവരോട് പറയാറുള്ളത്. First of all, thank you so much, Lulu. ഇത്രയും അടിപൊളിയായിട്ടുള്ള ഓഡിയൻസ് ആണ്. Lulu is always very special. True that. കാരണം ഇതൊരു മൺഡേ ആണല്ലേ, വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് ഒരു സ്റ്റാർട്ട് ഡേ ഓഫ് ദ വീക്ക് ആൻഡ് വർക്ക് നമ്മൾ മൺഡേ ബ്ലൂസ് എന്നൊക്കെ പറയുന്നത്. Still look at the audience, look at the energy. So this is something that we love about Lulu every time. So you're here, please. JSK എന്ന് പറഞ്ഞ സിനിമ will always be very special because I think ഇത് എൻ്റെ ആദ്യത്തെ ഇത്രയും ബിഗ് ബാനറിലുള്ള ഒരു സിനിമയാണ്. And of course to work with actors like this and a crew like this, it has been really good. And that just to share screen space with Suresh and Anupama, Oscar, everybody. I think എനിക്ക് ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇതിൽ ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ടാണ്, ലോയറായിട്ടാണ്. ആൻഡ് ഐ ഫീൽ യെസ്, നമുക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, deliver our dialogues and we improvise on that. But Suresh had a huge role to play in developing even my scenes because ഞാനിത് പല ഇൻ്റർവ്യൂസിലും പറഞ്ഞൊരു കാര്യമാണ് that he's like this endless resource. അപ്പോൾ ഡയലോഗിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത് ലീഗൽ ടേംസ് ആണ്, വളരെ ഹെവി ആയിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ ഹി വാസ് very generous with his advice and എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ലീഗൽ ടേംസ് ആണ് യൂസ് ചെയ്യണതെന്നൊക്കെ he used to say. And I feel like it was such a lovely experience because Suresh I think was a very reassuring presence during the shoot. And coming to Anupama, I think she's a beautiful actor. And this JSK എന്ന് പറയുന്നത്, as the name suggests, is Janaki versus the state of Kerala. So it is Janaki's story and it is all of us who are with her to help her case and to fight her cause. So I think it's a very heavy, വളരെ ഹെവി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഈ സിനിമയിലൂടെ സംസാരിക്കുന്നത്. വളരെ എന്താ പറയുക, ഇപ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ്, സംസാരിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ്. So I'm very excited for the film and yeah, thank you. That was very deep, telling each and every point, taking each and every person out there. But then I really, I can't miss our director Praveen, who has also been so strong through the entire process. the man behind it. But I would really love to ask you one thing. If ഞങ്ങളെല്ലാവരും ആ ഒരു പെർഫോമൻസ്, സുരേഷിന്റെ പെർഫോമൻസ് കാണാൻ പോകുന്നത് ഓൺ സ്ക്രീൻ ആണ്. പക്ഷേ you were there, as you told, being a lawyer, doing that character in the movie. So how was, watching it directly, our performance, how was that feel? We really want to know that. അതിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട്
ഡയലോഗ്സ് ഹെൽപ്പിംഗ് ഡെവലപ്പിംഗ് ദ സീൻ ബെറ്റർ എന്താണെങ്കിലും ആ ഹീസ് എ റിസോഴ്സ് അതൊന്ന് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി ഹീസ് വെരി ഫ്രീ വിത്ത് ഹിസ് അഡ്വൈസ് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡയലോഗ്സിലാണെങ്കിലും ലീഗൽ ടേംസിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ he's the first one to comment here. Like a dictionary, go to him and you get things. Dictionary is putting it very lightly. Okay, thank you. Thanks a lot. Another Kayuri would come. Shruti, thanks a lot for joining. Hi, welcome to Kochi, to everybody out here. ഹായ് എല്ലാവർക്കും നമസ്കാരം. I think you came in the same attire of the video. Right. Okay, so what do you have to tell them? You know, our JSK experience or rather the promo song experience to each and everybody out there. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ പടത്തിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ ഈ പ്രൊമോ സോങ്ങിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു പ്രൊമോ സോങ്ങായിട്ട് മാത്രം ചെയ്യണോ, കാരണം ഞാനിപ്പോൾ ഹീറോയിനായിട്ട് മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനിപ്പോൾ സോങ് കേട്ടോ ദാറ്റ് ടൈം ഐ ഡിസൈഡഡ് ഐ ഹാവ് ടു ഡു ദിസ് ബിക്കോസ് പിൽഹരിയാണ് ഈ സോങ്ങിന് വേണ്ടിയിട്ട് എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ തീമാവട്ടെ സോങ് ആവട്ടെ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് താങ്ക് യു സോ മച്ച് പ്രവീൺ ചേട്ടാ ആൻഡ് പിൽഹരി ഫോർ സെലക്ടിങ് മീ. മൂവി 27th റിലീസാവുകയാണ്. വൻ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. That's very nice. Like, പറയുന്ന ഓരോ വാക്കിലും എക്സ്പ്രഷൻസ് മാറി വന്നിരിക്കുന്നത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. we can see that. കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും അത് എന്തായാലും പോയി കാണാൻ തോന്നുന്നു. So very happy to see you on screen, like, you know, as part of the promo. So thanks a lot. ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി കൊടുക്കാം. അതെയുടെ ഒത്തിരി നന്ദിയുണ്ട് ഇത്രയും വലിയൊരു ബാനറിലൊരു സിനിമയിൽ വരാൻ സാധിച്ചതിൽ. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തലസ്ഥാനം സിനിമ ഇറങ്ങിയ സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ എല്ലാവരും ഒരു ആരാധന കലാപാത്രം സുരേഷ് ഏട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന ഒരു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തലസ്ഥാനത്തിലെ ഡയലോഗുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. അന്ന് തൊട്ട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് പാട്ടിന്റെ ഷൂട്ടിൽ വെച്ചാണ് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നത്. അങ്ങയുടെ ഇതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞത് ഒത്തിരി ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ പ്രവീണും നമ്മുടെ ഡയറക്ടർ പ്രവീണും ഞങ്ങള് ഇതിന്റെ തുടക്കം തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 2022-21 തുടങ്ങുന്ന സമയത്ത് പക്ഷെ ഞങ്ങൾ ഇതിൽ യാത്ര തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും പ്രവീണിനോട് ഒത്തിരി തീർച്ചയായിട്ടും നന്ദിയുണ്ട്. അതുപോലെ സൈത്തേട്ടൻ നന്നായിട്ട് ഇതിലുള്ള എല്ലാ ക്രൂസ് മെമ്പേഴ്സും എല്ലാവരോടും നന്ദിയുണ്ട്. ടോട്ടൽ ഒരു 5 സോങ്സാണ്, 5 പാട്ടുകളാണ്, പല ജോണുകളിലാണ്. ഇത് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം, ഒരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒത്തിരി നന്ദി. ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ആ ഒരു മ്യൂസിക് എക്സ്ട്രാവഗൻസിക്ക് വേണ്ടിയിട്ട് തിയേറ്റർ. സോ എനിക്കൊന്ന് ഓവർ ചെയ്യൂ നമ്മുടെ സിംഗേഴ്സ്. കാരണം ആ ഒരു വലിയ സെലിബ്രേറ്റിംഗ് മ്യൂസിക് അതിന് ജീവൻ കൊടുക്കുന്നത് നിങ്ങളാണ് അല്ലേ? അപ്പോ സോൾ ഇവിടെ നിന്നാണെങ്കിൽ ജീവൻ നിങ്ങളിലാണ്. സോ ആ ഒരു ശബ്ദം അത് നിങ്ങളിലാണ്. സോ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കും. ഞങ്ങളുടെ വിശേഷങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഒഫീഷ്യലി ഫസ്റ്റ് പ്ലേ ബാക്ക് സിംഗിങ് വേണമെങ്കിൽ പറയാം. മൂവിൽ ഞാൻ പാടിയിട്ടുണ്ട്. പത്മിനി എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഞാൻ പാടിയിട്ടുണ്ട്. ഇത് ടി.കെ. പത്മിനിയുടെ ഒരു ഓട്ടോബയോഗ്രഫി ആയിരുന്നു, അതിൽ പാടിയിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. നമ്മുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ പാട്ടിന് വേണ്ടി സമർപ്പിച്ച ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ഇങ്ങനൊരു പാട്ടിന് പ്ലേ ബാക്ക് സിംഗിങ്ങിലൊരു തുടക്കം അത് നമുക്ക് ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ സിനിമയിലായത് ഞങ്ങൾക്ക് വളരെയധികം ഞങ്ങൾ ബ്ലെസ്ഡ് ആണ്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗിരീഷ് ചേട്ടനാണ് അതിനുള്ള എല്ലാ ക്രെഡിറ്റും. ഞങ്ങളെ കൊണ്ട് ഇത്രയും പാടിപ്പിച്ചെടുത്തതിൽ ഒരുപാട് ഞങ്ങളോട് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ എല്ലാ ടാലൻസും സഹിച്ച ഒരാളാണ് ഗിരീഷ് ചേട്ടൻ. ഇതിൻ്റെ 4 ലാംഗ്വേജിലും ഞങ്ങൾക്ക് പാടാൻ പറ്റുന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. സന്നിധാന ചേട്ടൻ്റെ കൂടെ ആണ് ഞങ്ങൾക്കത് പാടാൻ പറ്റിയത്. അത് ഞങ്ങൾ സ്റ്റാർ സിംഗറോട്ടെ ഫാനാണ് സന്നിധാന ചേട്ടൻ. അപ്പോൾ എനിവേസ് ജസ്റ്റ് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ എല്ലാവരോടും. എല്ലാവരും ഈ പാട്ട് ഏറ്റെടുക്കുമെന്ന് വിചാരിക്കുന്നു. ഒരുപാട് നന്ദി എല്ലാവർക്കും. താങ്ക് യു പ്രവീണേട്ട ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക്സ് a lot for the words and over to you. ഹലോ ഓൾ, എൻ്റെ പേര് കാഞ്ചന എന്നാണ്.
ഞാൻ കുറച്ച് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഇങ്ങനൊരു വലിയൊരു പടത്തിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് സാറിൻ്റെ ഒരു മൂവിയിൽ പാടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഗിരീഷ് ഏട്ടാ, പ്രവീൺ ഏട്ടാ, ഒരുപാട് സന്തോഷം. ഈ ചേച്ചി പറഞ്ഞ പോലെ 4 ലാംഗ്വേജസിലും 1 ഇയർ ആയിട്ട് നമ്മൾ ഈ ഒരു ഫിലിമിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയാം. 1 ഇയർ ആയിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ ഫുൾ ടൈം ഗിരീഷ് ഏട്ടനും നമ്മളും ഈ ഇതിൻ്റെ പല പല ഭാഷകളായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരുപാട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രൊമോ സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ആ ഒരു ആംബിയൻസും എല്ലാം കണ്ടപ്പോൾ ഒരുപാട് തോന്നി, ഇത് നമുക്കൊരു ഭാഗ്യമാണെന്ന് തോന്നി. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു മൂവിയിൽ നമ്മുടെ ഫേസ് വരെ കാണാൻ പറ്റിയെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു അഭിമാനമായിട്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. ഇപ്പോൾ വർഷങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇൻഡസ്ട്രിയിൽ, ആൻഡ് ദാറ്റ് ഇസ് റിയലി നൈസ്. അപ്പുറത്താണെങ്കിൽ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഇൻഡസ്ട്രിയിലാണല്ലോ ഓൾറെഡി. സോ സഞ്ജു, റൈറ്റ്? സോ സഞ്ജു വന്നില്ല, ഉണ്ടോ? ഓ, അതെന്റെ അവരുടെ okay, that's nice. പക്ഷേ I think we're all waiting for his birthday. എനിക്ക് തോന്നുന്നു 2007 അല്ലേ, ഐഡിയാസ് 2007 കണ്ട നമ്മൾ ആരും ഒരിക്കലും മറക്കാത്തൊരു മുഖമാണ്. ആൻഡ് back to singing again, like back to songs for all of us. So എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു നിമിഷമാണ്. കാരണം ഞങ്ങളുടെ സുരേഷേട്ടൻ്റെ പടത്തിൻ്റെ ഒരു പാട്ട്, അതിൻ്റെ പ്രൊമോ സോങ്ങിൽ എൻ്റെ മുഖം വരും. പാട്ട് ഒരുപാട് പാടിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗത്തിൽ ആ ഒരു പാട്ടിൽ ഞങ്ങളും വിഷ്വലിലുണ്ടാവുക വളരെ വലിയൊരു ഭാഗ്യമാണ്. പിന്നെ സുരേഷേട്ടൻ ഇവിടെ സ്വന്തമാണ്. സുരേഷേട്ടൻ തൃശ്ശൂരിൻ്റെ സ്വന്തം, ഇന്ത്യയുടെ സ്വന്തം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയാണ് JS-നെ എല്ലാവരും കാണണം. പിന്നെ ഗിരീഷേട്ടൻ ഈ പാട്ടിന് വേണ്ടി വിളിച്ചപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു പടമാണെന്നോ ഇത്ര വലിയൊരു സിനിമയാണോ ഒന്നും അറിയില്ല. അതായത് ഗിരീഷേട്ടൻ്റെ സംഗീത സംവിധാനത്തിൽ സന്തോഷ് വർമ്മ സാറിൻ്റെ രചനയിൽ പ്രവീൺ ചേട്ടൻ സംവിധാനം ചെയ്ത സുരേഷ് സാറിൻ്റെ പടത്തിൽ പാടാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ പ്രാർത്ഥനകളും. താങ്ക് യു. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരിവിടെ വന്നിട്ട് നമ്മൾ ഈ സോങ്സ് ഒക്കെ ഗിരീഷേട്ടൻ നമ്മൾ ഇതിൽ കണ്ടു. പക്ഷെ ഇവരെ കൊണ്ട് രണ്ടുപേരെങ്കിലും പാടിപ്പിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമായിരിക്കും. അതെ, അപ്പോൾ നമുക്ക് ഒരു രണ്ടുപേരെയെങ്കിലും നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് വേണ്ടി. സുരേഷ് സാർ ഇവിടുന്ന് എൻ്റെ അച്ഛൻ്റെ പാട്ട് പാടാൻ പറയുന്നുണ്ട്. അച്ഛൻ ജി ശ്രീറാം പ്ലേബാക്ക് സിംഗറാണ്. കാറ്റേ കാറ്റേ എന്ന് പറഞ്ഞ പാട്ട് പാടിയ ആളാണ്. അതുകൊണ്ട് സാർ അത് പറഞ്ഞത്. സാർ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് രണ്ടുപേരും പാടാം. ഈ ഫിലിമിൻ്റെ ഭാഗമല്ല, അതുകൊണ്ട് ഞാൻ കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നോ, ഞാലിപ്പൂങ്കതളി വാഴപ്പൂക്കളിൽ ആകെ നിറഞ്ഞു, ആകെ നിറഞ്ഞു. എന്ത് മനോഹരമായിട്ടുള്ള വോയിസ് ആണ്. ഒരു നല്ല കൈഡി കൊടുത്ത് എല്ലാവരും കൈഡി സ്ട്രോങ് ആയിരിക്കും. ഇനി നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നമുക്കൊരു നമ്മുടെ പ്രൊമോഷനിലേക്ക് തന്നെ പോകാം. ഗിരീഷേട്ടൻ ഈ പാട്ട് സ്റ്റുഡിയോയിൽ വെച്ചാണ് ആദ്യം കേൾപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും പിച്ചുള്ള പാട്ട് എന്നോട് വല്ല മുൻവൈരാഗ്യം ഉണ്ടോ? കാരണം ഭയങ്കര ഹൈ പിച്ചാണ് ഈ പാട്ട്. അപ്പോൾ അതെ, എന്നാലും ചേരമാനാദരാൽ ചെമ്പോല നൽകിയ 72 കുടുംബക്കാരും, ചേരമാനാദരാൽ ചെമ്പോല നൽകിയ 72 കുടുംബക്കാരും, നായിത്തുമ്മൻ തന്റെ പാതയിൽ വർത്തിച്ച് പാലിച്ചു പോരിക ജന്മങ്ങളെ. സന്തതം സർവരും ഒത്തുവാഴുക.
സുരേഷ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഹൈ പിച്ച് പാട്ടുകൾ പ്രത്യേകിച്ച് ഒരു വേദിയിൽ വേറെ ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഒരു നല്ല കൈഡി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. താങ്ക്സ് എ ലോട്ട് ആൻഡ് ഗിരീഷേട്ടാ, we are all waiting to see your brilliance. So once again thank you. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവര് ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് അടുത്ത ഒരു സോങ് കൂടി നമുക്ക് പ്ലേ ചെയ്യാം. സോ ഐ വുഡ് റിക്വസ്റ്റ് ഓൾ റൈറ്റ്. അപ്പോൾ കയ്യടിയെല്ലാം നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമ്മുടെ JSK എഡിറ്റിംഗ് വിശേഷങ്ങൾ? It was a long journey actually. ചെറിയ സിനിമയല്ല, ഒരു വലിയ സിനിമയാണത്. അപ്പോൾ ആസ് എ എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് പെർഫോം ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മേക്കിങ്ങും അതിലെ പെർഫോമൻസും ക്യാമറയും ബാക്കി എല്ലാ ഏരിയയും ക്ലിയർ ആകുമ്പോഴാണ് എനിക്കത് പെർഫോം ചെയ്യാൻ പറ്റുക. ഇതിൽ ആക്ടേഴ്സ് ആയാലും ബാക്കി എല്ലാ ആൾക്കാരും വളരെ നന്നായി പെർഫോം ചെയ്തിട്ട് എനിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു നല്ല സിനിമയാണ്, എല്ലാവരും കാണണം, അതാണ് പറയാനുള്ളത്. അല്ല, എഡിറ്റർ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം, സാധാരണഗതിയിൽ അങ്ങനെ. അപ്പൊ ഒരു സ്പെഷ്യൽ കയ്യടി കൊടുക്കും. നോർമലി നമ്മൾ ഈ മൂവീസിന്റെ എഡിറ്റേഴ്സിനെ ഒക്കെ വിളിക്കുമ്പോൾ അവർ ഭയങ്കര എന്തായാലും സമ്മതിക്കില്ല ഫ്രണ്ടിലേക്ക് വന്ന് സംസാരിക്കാനൊന്നും. But then he took that step, he came forward, he spoke to us. ഒരു നല്ല കയ്യടി കൊടുക്കാം. So thanks a lot. We are all waiting to see the words as well and the entire movie. Thank you for joining us. Thank you. Hi, good evening to you all. JSKയുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ സൈഡിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യം തന്നെ താങ്ക് യു ഓൾ. നെർവസാണ്, അതിൻ്റെ ഒരു ഇതുണ്ട്, സ്റ്റാർട്ടിംഗ് ട്രബിളുണ്ട്. എന്നാലും സിനിമയെപ്പറ്റി എനിക്ക് തോന്നുന്നു സിനിമ ഒരു ഏകദേശം ഒരു 10 ദിവസത്തിന് സിനിമ റിലീസാകാൻ പോവാണ്. അപ്പോൾ റിലീസാകാൻ പോകുന്ന ഒരു സിനിമയെപ്പറ്റി ഞാൻ പറയുന്നതിനൊക്കെ നല്ലത് സിനിമ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ദൂരം നമ്മൾ എല്ലാവരും ചേർന്ന് ഈ സിനിമ ഇവിടം വരെ എത്തിച്ചത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ സ്വീകരിക്കപ്പെടണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ്. ജാനകി ഈ നിമിഷം വരെയും അടുത്തൊരു 8-10 ദിവസം കൂടെ ഞങ്ങളുടേതാണ്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീമുണ്ട്. എഡിറ്റർ, ക്യാമറമാൻ, അസോസിയേറ്റ് ഡയറക്ടർ, അഭിനേതാക്കൾ എല്ലാവരും അടങ്ങുന്ന ഒരു ടീമുണ്ട്. അടുത്തൊരു ഏതാനും ദിവസങ്ങൾക്കകം ഈ സിനിമ നിങ്ങളുടേതായി മാറുവാണ്. തീർച്ചയായിട്ടും ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന ഒരു കോണ്ടന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയമുണ്ട് ഈ സിനിമയ്ക്ക്. അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യം അനുവിൻ്റെ അടുത്ത് പോകാൻ തന്നെ ഉള്ളൊരു കാരണം അതാണ്. കാരണം ഇതൊരു പാനിൻ്റെ ലെവലിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം അതായിരുന്നു. അപ്പം എന്താണോ എങ്ങനെയാണോ ഞാൻ ആഗ്രഹിച്ചത് അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾ കൊണ്ട് ശരിക്കും 2018 എൻ്റെ ആദ്യത്തെ സിനിമ ഇറങ്ങി എങ്ങും എത്താതെ പോയ സമയത്ത് അടുത്തത് എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ പകച്ചിരുന്ന നിമിഷങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കിരൺ രാജ് ഒരു വലിയൊരു ഭീമമായ എമൗണ്ട് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു, എടാ ഇത് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ സിനിമ. ആദ്യത്തെ സിനിമ അങ്ങനെ പോയി, സാരമുള്ള കാര്യമല്ല, നീ സിനിമ ചെയ്യുക എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് എൻ്റെ പുറയിൽ നിന്ന് എന്നെ ബാക്കപ്പ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ നിമിഷം വരെ എൻ്റെ എല്ലാ ചിലവുകളും അല്ലെങ്കിൽ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ എന്നെ കൈപിടിച്ച് നടത്തിക്കൊണ്ടുന്ന ഒരാളാണ് കിരൺ രാജ്. അപ്പോൾ ആദ്യം ഞാൻ നന്ദി പറയുമ്പം അതിൽ ഭയങ്കര വിഷമകരമായ ഒരു സംഭവം കൂടെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ സിനിമയ്ക്ക് ആദ്യമായിട്ട് എനിക്ക് അഡ്വാൻസ് കിട്ടുന്ന ചാനൽസിൽ കുഴവാത അമ്പലത്തിന് ഉപയോഗിച്ചാണ്. അത് തരുന്നവൻ്റെ അമ്മയാണ്. പക്ഷേ ഞങ്ങളുടെ എന്തോ ദൗർഭാഗ്യത്തിന് അമ്മ ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല. ഈ സ്ക്രിപ്റ്റ് ആദ്യം വായിക്കുന്ന അമ്മയായിരുന്നു, ഈ കഥ ആദ്യം അറിയുന്ന അമ്മയായിരുന്നു. അപ്പോൾ ഈ സിനിമ ഇവിടെ സംസാരിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കോടികളുടെ കിലുക്കത്തിനേക്കാൾ ഉപരിയായിട്ട് ഈ സിനിമ സംസാരിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റ്. കാരണം ചേട്ടനോട് ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്ക് യു. ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് നന്ദി പറയാൻ തുടങ്ങിയാൽ ഈ ഇരിക്കുന്ന അങ്ങേയറ്റം തൊട്ട് എവിടം വരെ എത്തിയിരുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എങ്കിലും ഈ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന കുറച്ച് പേരുകളുടെ പേര് ഞാൻ ഇവിടെ പറയാതെ പോയി കഴിഞ്ഞാൽ ഇനിയൊരു അവസരം എനിക്കത് കിട്ടില്ല എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയായിട്ട് ഞാൻ ആദ്യം നടക്കുന്ന സമയത്ത് ഒരുപാട് കാലഘട്ടം കുറച്ചുകൂടെ സംസാരിക്കുന്നത് കുഴപ്പമില്ലാന്ന് കരുതുന്നു. അപ്പം ആദ്യം ഈ സിനിമയിലേക്ക് ഇത് ഒരുപാട് പേരിലൂടെ കടന്നു വന്നൊരു സിനിമയാണ്. ഒരു സ്റ്റേജിൽ ഈ സിനിമ നടക്കാതാകുന്ന ഒരു സന്ദർഭത്തിൽ ഇതിലേക്ക് ജയവിഷ്ണു കടന്നു വരുന്നുണ്ട്, മുനീറൊക്കെ കടന്നു വരുന്നുണ്ട്, എൻ്റെ ഒരു സുഹൃത്തുണ്ട് വിഷ്ണു വംശാബ്. ഒരുപാട് പേരിലൂടെ സ്ക്രിപ്റ്റ് എഴുതി അങ്ങനെ കറക്റ്റ് ചെയ്ത് പല കാലങ്ങളിൽ പല രീതിയിൽ മാറ്റപ്പെട്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലുള്ള ഒരുപാട് പേരുടെ വീടുകളിൽ ഈ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കാം. കാരണം സിനിമയ്ക്ക് അങ്ങനെ ഒരു ജാതകമുണ്ട്. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കയറി വരാൻ ഒരുപാട് പാടാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ എന്നെ വിശ്വസിച്ച്
ധൈര്യമായിട്ട് നീ ഈ സിനിമ ചെയ്യുമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിന്ന രണ്ടുപേരാണ്, ഒന്ന് സുരേഷ് ഏട്ടനും രണ്ട് അനുപമയും. അവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ഈ സിനിമയ്ക്ക് ഡേറ്റ് തന്നത് കൊണ്ടാണ് ഈ സിനിമ യാഥാർത്ഥ്യമാവുന്നത്. അതിൻ്റെ നന്ദി ഞാൻ ആദ്യം തന്നെ പറയുന്നു. എന്നെ ഈ സിനിമയിൽ സുരേഷിന്റെ അടുത്തേക്ക് എത്തിച്ച സൈത്തേട്ടനോടുള്ള കടപ്പാട് ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. കാരണം അമ്മാതിരി യാത്രകൾ ഞാൻ സൈത്തേട്ടനോട് തിരുവനന്തപുരത്തിന് ചെയ്തിട്ടുണ്ട്, എല്ലാം ഓർമ്മയുണ്ട്. അതിനുശേഷം ഈ സിനിമ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിലേക്ക് ആദ്യം കടന്നു വന്ന് ഈ ഒരു സിനിമയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആദ്യം എൻ്റെ കൈ പിടിക്കാൻ കാരണക്കാരനായ അജ്മൽ, ജീവൻ നാസർക്ക, തുടർന്ന് അവരിലൂടെ എത്തിച്ചേർന്ന ഫണീന്ദ്രകുമാർ, മോഹനേട്ടൻ, അവസാനം പല സന്ദർഭങ്ങളും നിന്ന് പോയ പല ഘട്ടങ്ങളും ദേവദൂതനെ പോലെ കയറി വന്ന്, അല്ലെങ്കിൽ നമ്മൾ തീർക്കൂട എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച ആളാണ് ട്രീറ്റ്മിക്കിൻ്റെ സുജിത്തേട്ടൻ, സൂപ്പർ ഗുഡ് ഫിലിംസ്, ഗോകുല മൂവീസ്. എനിക്ക് എല്ലാവരോടും നന്ദി പറയാനാണ്. മാധവ, ഓരോ സന്ദർഭങ്ങളിലും മാധവ, അസ്കറ, വൈഷ്ണവി, മേധ, ഷഫീർ, എല്ലാവരോടും ഒരുപാട് തവണകൾ വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട് ലൊക്കേഷനിലെല്ലാം. അതെല്ലാം 27-ാം തീയതി കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാകും സിനിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം. എല്ലാവരോടും നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ഈ യാത്രയിൽ നിന്ന് ഇവിടെ ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷവും പുറത്തുമാണ്. താങ്ക് യു സുരേഷ് ഏട്ടാ, താങ്ക് യു അനുപമ, ശ്രുതി, എവരിബഡി, താങ്ക് യു ഓൾ. This is actually very beautiful. കാരണം ഇത് സത്യം പറഞ്ഞാൽ I don't know if it was a venue to say thank you to everybody. കാരണം ഇന്ന് ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമല്ല. It is actually going to be there on screen on 27th. പക്ഷെ അതിനുശേഷം നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഒരു കല അത് എന്നും മനുഷ്യ മനസ്സുകളിൽ ജീവിക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആൻഡ് യു ആർ എ ക്രിയേറ്റർ ഓഫ് ഇറ്റ്. പക്ഷേ ഇതിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവരുടെയും പേരെടുത്ത് അവർക്ക് നന്ദി പറഞ്ഞ ആ ഒരു റൈറ്റർ, ഡയറക്ടർ, ഐ തിങ്ക് ദിസ് ഇസ് വാട്ട് മേക്സ് ഇറ്റ് എ ഹ്യൂജ് സക്സസ്. അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തോടൊപ്പം കട്ടക്ക് നിന്നു എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ കാരണം ഇത് തന്നെയായിരിക്കും, അല്ലേ? സോ വൺസ് അഗൈൻ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. ഒരു കാര്യം ഞാൻ അറിഞ്ഞാൽ കൊള്ളാമെന്ന്, ഇതിന്റെ ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇവിടെ നിൽക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ നിൽക്കണം. ഈ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രവീൺചേട്ടനെ സംബന്ധിച്ചിടത്തോളം? ഒരുപാട് ഓർമ്മകളുണ്ടാവും, പക്ഷെ ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഈ സിനിമയെ കുറിച്ച്, ജയസ്കിയെ കുറിച്ച് പ്രവീൺചേട്ടനുള്ള ഒരു ഓർമ്മ എന്താണ്? ഒരു കാര്യം ഞാൻ പറയാം, ഇതിനെപ്പറ്റി പറയുമ്പോൾ എന്റെ സേതുചേട്ടന്റെ പേര് ഞാൻ അറിയാതെ പെട്ടെന്ന് വിട്ടുപോയി. അറിഞ്ഞുകൊണ്ടല്ല, സേതുചേട്ടൻ ഈ സിനിമയുടെ എന്താ പറയുന്നത് നട്ടല്ല. അത് വരും കാലങ്ങളിൽ സിനിമ അറിയട്ടെ, അതാണ് നല്ലത്. ഓർമ്മ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളുണ്ട്. എങ്ങനെയുള്ള ഓർമ്മയാണ്? ഫണ്ണായിട്ടുള്ളതാണോ വിഷമകരമായിട്ടുള്ളതാണോ? ഫണ്ണായിട്ടുള്ള ഓർമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ശബ്ദത്തിക്കയുടെ എഡിറ്ററിന്റെ കൂടെ ഞങ്ങൾക്ക് ഒരു രാഹിലുണ്ട്, സ്പോട്ട് പറഞ്ഞപ്പോഴേ പറഞ്ഞ ശരി തുടങ്ങി. രാഹിലെ ശരിക്കും രാഹിൽ ഇവിടെ ഇല്ല, ഉണ്ടായിരുന്ന കാണിക്കായിരുന്നു. അപ്പൊ സ്പോട്ട് എഡിറ്റർ എല്ലായ്പ്പോഴും ഡയറക്ടറുടെ കൂടെ അല്ലെങ്കിൽ ഇത് എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇതിലൊരു പ്രത്യേക സീക്വൻസ് തൃശ്ശൂരിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 2 മണി വരെയുള്ള ഷൂട്ട്. അപ്പൊ അനുവിന് പെട്ടെന്ന് തിരിച്ചു പോകണം. ഓർക്കുന്നുണ്ടായിരിക്കും ബേക്കറി സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ മഴ വരുന്നു, ആകെ അലമ്പാകുന്നു, പലരും പല വഴിക്ക് പോകുന്നു. കുറേ മഴ വന്നതോടെ കംപ്ലീറ്റ് പിരിഞ്ഞുപോയി. പിരിഞ്ഞപ്പോൾ ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ പെട്ടെന്നൊരു തീരുമാനം എടുത്തു. എന്നാൽ ഓക്കെ ബ്രേക്ക് പറഞ്ഞ് പോയേക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യേണ്ട ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അപ്പൊ ടൂറിസ്റ്റ് ബസ് അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പരിപാടി എല്ലാവരും വായിക്കപ്പോൾ പറഞ്ഞ് കംപ്ലീറ്റ് ആൾക്കാർ പോയി സ്പോട്ടിട്ട് രാഹിലിനെ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ വണ്ടിക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ അഖിലിനോട് ചോദിച്ചു, അഖില് രാഹിൽ എന്ത് ചേട്ടാ കണ്ടില്ല? തിരിച്ചു പോയി ഞങ്ങൾ ഇവിടെ മുഴുവൻ തപ്പിയിട്ട് ആളെ കണ്ടില്ല. പക്ഷെ മഴ വന്നപ്പോൾ പാവം ഒന്ന് റെസ്റ്റ് എടുക്കാൻ ആ ബസ്സേ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. ആ ബസ് അങ്ങനെ ആലപ്പുഴയ്ക്ക് പോയി. പിറ്റേ ദിവസം രാവിലെ 11-12 മണിയാകുമ്പോഴാണ് സ്പോട്ട് ഇട്ടിട്ട് വന്നത്. അപ്പൊ എപ്പോഴും ഓർക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ചിരി തോന്നുന്ന ഒരു സംഭവമാണത്. എനിക്ക് തോന്നുന്നു ഈ മഹാനം നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? എവിടെ ഒന്ന് കൈവക്കി കാണിച്ച എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അല്ല, ഇതൊക്കെ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. നല്ലതാ എന്തായാലും. പക്ഷെ നമ്മുടെ സ്പോട്ട് എഡിറ്റർക്ക് നമ്മളൊരു കൈയ്യടി കൊടുക്കണ്ടേ? എന്തായാലും അങ്ങനെ പോയെന്ന് ആലപ്പുഴയ്ക്ക് കണ്ടിട്ട് തിരിച്ചു വന്നില്ല. സുരേഷ് ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്തായാലും തിരിച്ചു വിടുന്നില്ല. ബിക്കോസ് നമ്മുടെ സിനിമയുടെ ആ ഒരു ബാക്ക് ബോൺ, മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ്, ഐ വാണ്ട് him to be there with us. And either have you had a stage like this before? First of all, thank you Kochi, thank you everybody who showed up here. ഈ JSKയുടെ നമ്മുടെ ഇവന്റ് ഒരു ഗ്രാൻഡ് ഇവന്റ് എന്ന് പറയാൻ കാരണം നിങ്ങളെല്ലാവരും മാത്രമാണ്. So thank you so much for coming and making this a grand event.
So, have you ever had such an event before, like being on stage, or is this like the first time with a million audience? But on stage once or twice. Once or twice, okay. It's quite overwhelming. സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയുണ്ട് ഇവിടെ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും. It is quite overwhelming, but again, everything's an experience, right? Very true, very true. So, how was this experience of coming to Suresh and the movie, like you know, to Dad's movie, and then being a part of it, and now all set for it to come onto the screen? എല്ലാവരും അത് കാണാൻ പോകുന്നു. How are you anticipating it? ഇത് ഞാൻ Dad's movie എന്ന് പറയുന്നതിന് മുന്നേ I have to say this. This is Praveen Narayan's movie. This is Yes. It's his hard work ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള and ഇതിന്റെ behind the scene ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എത്രമാത്രം ചേട്ടനെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് it's pretty evident for all of us who's known him for a while. So kudos to him, kudos to our entire production team for making this event happen. Praveen Chetta, you deserve the best, and I hope JSK does that for you. Yes, and let me ask you one thing. Okay, so which is your favorite character of? Let's keep the dad thing aside. The favorite character played by Suresh Gopi. Bharat Chandran IPS. Oh, okay. കമ്മീഷണർ എന്ന സിനിമയല്ല ഭരത് ചന്ദ്രൻ IPS എന്ന സിനിമയിലെ ഭരത് ചന്ദ്രൻ. For very personal, emotional reasons, that's my favorite movie of Achin's. Can we know the very specific reason, being super specific? ആ ഒരു സിനിമയിലെ character എന്തുകൊണ്ടാണ്? There's an exact reason why I said it's personal. So I'll keep that to myself and my family. Okay, you wanted to stay personal. Okay, so and are we going to see you in something like that in future? Like, you know, such kind of roles? Adano something what you're looking forward to, or something different? സിനിമ പ്രേക്ഷകരാണ് എൻ്റെ അച്ഛനെ ഒരു സൂപ്പർ സ്റ്റാർ ആക്കിയത്. സോ അവരെ തീരുമാനിച്ചാൽ എനിക്ക് അതിനുള്ള കാലിബർ ഉണ്ടെന്ന് അവര് മനസ്സിലാക്കിയാൽ മേ ബി വൺ ഡേ. വണ്ടി കേൾക്കുന്നില്ല. ഒരു കയ്യടി നിങ്ങൾ എല്ലാവരും ആണ് എന്നെ അവിടെ എത്തിക്കേണ്ടത്. സോ hopefully you guys do that. Yes, and so you're gonna be here. അല്ലെ, ഇനി സിനിമകളിൽ ഞങ്ങൾ എല്ലാവരും കാണാനായി ആഗ്രഹിക്കുന്ന ഒരു മുഖമാണ് undoubtedly, but that is also your dream, is it? You're up for it? It was never really my dream to become an actor. It's something that came along because of the very Suresh Gopi tag. So is it like you're compelled to be? Are you like compelled to be? Mandatory വന്നതാണോ? Mandatory വന്നതല്ല, നമുക്ക് നമ്മളെ തേടി വരുന്ന ഒരു അവസരം ബഹുമാനിക്കണം. So considering my father is a superstar in this industry, the opportunity came to me easy, but it's up to me to prove my caliber, like I said. I'm working on it, I have to get better, and hopefully one day they will receive me the levels to which they receive me. I think Madhu, there is one thing that we should say. കാരണം Madhu പല സ്ഥലത്തും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ലൈക്ക് ചേട്ടനാണ് കുറെ കൂടെ അച്ഛനെ പോലെ, ലൈക്ക് യു നോ resembling him, and ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ let me tell one thing, when it comes to the way you talk, that's pretty much like him. Our wordplay, our confidence, the way he puts it forward. So yes, you got that for sure. Yes, so thanks a lot, and you're going to be here with us, stay back. So now I would like to invite someone again, really special for me as well, because like those many years that we have met, കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരേ സ്കൂളിൽ പഠിച്ചവരാണ്, and the same year. So the thing is, I really have these memories. ഞങ്ങൾ ഒരുമിച്ച് മറ്റേ സ്കൂൾ ബസ്സിലേക്ക് പോകുന്ന ടൈമിൽ with that തേനീച്ച കൂട് പോലത്തെ ഹെയർ നോക്കി കമന്റ് അടിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. So we were right behind in the same bus doing the comments. But then, ladies and gentlemen, ഒരു മലയാള സിനിമയിൽ 10 വർഷങ്ങൾക്ക് മുൻപ് മേരി എന്ന ക്യാരക്ടറിൽ തുടങ്ങി 10 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ഹീറോയിനായി നിൽക്കുന്ന നമ്മുടെ സ്വന്തം അനുപമ പരമേശ്വരൻ. Yes, so let's have a mic and എല്ലാവർക്കും നമസ്കാരം. ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് താങ്ക് യു സോ മച്ച്. ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. എനിക്കറിയായിരുന്നു, അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും ഞാൻ വിചാരിച്ചു. അതങ്ങനെയല്ല, പണ്ട് മലയാളം ഒന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ, നല്ല മലയാളമായിരുന്നു. ഇപ്പോഴും എന്റെ മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ മര്യാദയോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നത് മാത്രം. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് JSK. എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത്
ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു JSK. ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ നടന്ന ഒരു സമയമായിരുന്നു ലോക്ക്ഡൗൺ. അതിനുശേഷം എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു, എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു, ഒരുപാട് ട്രോളുകളൊക്കെ ഏറ്റുവാങ്ങി. പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി, ജാനകി JSK എന്ന് പറഞ്ഞ ഈ സിനിമയിലെ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ്. ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ദിസ് മൂവി ഹാസ് എ ഹാർട്ട്. Our heart is Janaki, and that Janaki was created by you. And I'm really happy. ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. താങ്ക് യു സോ മച്ച് ആൻഡ് യു ഡിസർവ് ദ ബെസ്റ്റ്. സെക്കൻഡ്ലി, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ. ചിന്താമണി കൊലക്കേസ്, നമ്മുടെ തെങ്കാശി പട്ടണം, അതുപോലെ സമ്മറിൻ ബന്ധേ എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ താങ്ക്സ്. എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചോ ഈ സിനിമയിലെ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല. പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ. ആൻഡ് അതും ഫസ്റ്റ് ഷെഡ്യൂളിൽ അപാരധൈര്യം തന്നെയായിരുന്നു അത്. സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവർക്കും, സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയിക്കുക. ബട്ട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ. എൻ്റെ ഈ മുന്നിലിരിക്കുന്ന അവരെല്ലാവരും എൻ്റെ കോ ആക്ടേഴ്സ് മാത്രമല്ല, എൻ്റെ കൂട്ടുകാരായി. ഇപ്പം ഞങ്ങൾ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ് ദർ. രാജേഷ് ഏട്ടനെ ഞാൻ അവിടെ എവിടെയോ കണ്ടായിരുന്നു, രാജേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എൻ്റെ ADs എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ്. ആൻഡ് ദാറ്റ് ഈസ് റിയലി സ്പെഷ്യൽ. ആൻഡ് സുരേഷ് ഏട്ട, താങ്ക് യു സോ മച്ച്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തത് താങ്ക് യു സോ മച്ച്. I really hope that we can work together again someday. And thank you all, lots of love. ഞാൻ ഒരുപാട് എടുത്തിട്ടുന്നില്ല. Thank you to the entire audience for all the support. ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ട്രോളിക്കോളും പക്ഷെ കൊല്ലരുത്, അത്രേ ഉള്ളൂ. അതൊക്കെ സാഹചര്യം അനുസരിച്ച് എനിക്കൊന്നും പറയാൻ പറ്റും. പറയണ്ട. I should say this, ഈ പറഞ്ഞ ഒരു ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളവരെ വിമർശനങ്ങൾ കേട്ടപ്പോൾ ഇപ്പോ ഇത്രയും വലിയൊരു സിനിമയിൽ when you're telling it's his art, it's his creation undoubtedly. പക്ഷേ when we talk about the name JSK എന്ന് പറയുമ്പോൾ Janaki, it's your story and you are more like a face to it now. So how do you find this journey? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം you're also back to നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. So how do you find that growth? It feels surreal. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കരിയറിൽ ഇതിന് ഞാനൊരു ഫീമെയിൽ സെൻട്രിക് ഫിലിം എന്ന് പറയില്ല. ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് എ ഫീമെയിൽ ക്യാരക്ടർ, എ വെരി സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടർ. പക്ഷേ ഇത്രയും സ്ട്രെങ്ത് ഉള്ള ഒരു ക്യാരക്ടർ ഞാൻ ബാക്കിയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്തല്ലോ, പക്ഷെ എന്നാലും എനിക്കത് കൊണ്ടുവന്ന് തന്നത്, ആ ധൈര്യം കാണിച്ചത് പ്രവീൺ ചേട്ടനാണ്. ആ ധൈര്യം തന്നെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കണക്കാക്കും. എവിടെയോ ആ ഒരു കഴിവുണ്ടെന്നോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഉണ്ടെന്നോ ഒരാൾക്ക് തോന്നിയത് കൊണ്ടാണല്ലോ അതെനിക്ക് തന്നത്. അത് തന്നെ എൻ്റെ വലിയൊരു എന്നെ ആക്സെപ്റ്റ് ചെയ്തതുപോലെ എനിക്ക് തോന്നുന്നു. സോ നൗ ബീയിങ് ദിസ്, ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഐ ഫീൽ താങ്ക്ഫുൾ ടു എവ്രി വൺ. എന്നെ ഇഷ്ടപ്പെട്ടവരും എന്നെ ഹേറ്റ് ചെയ്തവരൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ടു ബി വാട്ട് ഐ ആം ടുഡേ. സോ താങ്ക് യു ടു എവ്രി വൺ. How do you feel to be a Telugu super naika now? അയ്യോ, അങ്ങനെയൊന്നും. I don't think like we have a lot of names to tell like that, especially ഒരു മലയാളിയെ കുറിച്ച് നോക്കുമ്പോൾ ഒരു Telugu super നായിക എന്ന് പറയുമ്പോൾ we are actually very proud about that. We're very proud to say that. Okay, so anyway, I think we should say thanks a lot for coming back and being a part of Malayalam movie again. So thank you. ഇപ്പോൾ ഇവിടെ വന്ന എല്ലാവരും ലാസ്റ്റ് ടൈം ഐ റിമെമ്പർ ടെല്ലിംഗ് ജയറാമേട്ടൻ പറഞ്ഞ ആ ഒരു ഡയലോഗിനാണ് വി സ്റ്റാർട്ടഡ്. അതായത് മലയാളം സിനിമ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായിട്ടുള്ള നായകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 അടിയിൽ പരം പൊക്കമായി വെൽ ബിൽഡ് ശരീരമായി അന്ന് കുതിരപ്പുറത്തെ സമ്മറിൻ ബന്ധഹേമിന്റെ ആ ഒരു സെറ്റിലേക്ക് വന്ന മലയാളികളുടെ സ്വന്തം
സുരേഷ് ഗോപിയാണ് എന്ന് എല്ലാവരും പറയും. സോ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അങ്ങനെയൊക്കെ പറയും. പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അദ്ദേഹം നമുക്ക് തന്ന ഒരുപാട് ക്യാരക്ടേഴ്സ്, നമ്മൾ ഒരിക്കലും മറക്കാത്ത ആ കഥാപാത്രങ്ങൾ. പക്ഷെ അതിനൊക്കെ ഉപരി ഗ്രേറ്റ് അമേസിംഗ് ഹ്യൂമൻ ബീയിങ്. But then, ladies and gentlemen, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു മലയാള സിനിമ കണ്ട് മലയാളികളെ, സിനിമയെ സ്നേഹിക്കുന്നവരെ ഒരു ഡയലോഗ് കേട്ടിട്ട് കോരി തരിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ that is him. Just before he comes up, we have something to show all of you. So I think we'll join on the sides. Ladies and gentlemen, we have a glimpse. അത് നമ്മൾ കണ്ണടച്ച് നമ്മൾ പറയില്ലേ, ഇവ വെട്ടി തുറക്കുന്ന നേരത്തേക്ക് നമ്മൾ കേൾക്കുന്ന ആ ഒരു ഡയലോഗ്, ആ ഒരു പെർഫോമൻസ് മാത്രമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ഉള്ള ആ ഒരു പോർട്രേറ്റ് ഉണ്ട് ഓഫ് ദിസ് മാൻ, കമ്മിങ് ഇൻ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഫ്രം ഇയേഴ്സ്. അദ്ദേഹത്തിന്റെ ആ ഒരു ലൈഫ് സിനാരിയോ ഇൻ മൂവീസ് നോക്കുകയാണെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയി വന്ന് അതിനുശേഷം he made a debut later on, national award, state award and what not. സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് അദ്ദേഹം കയറിയത് is by his way of acting, is by his way of being a human being, and by one thing that we would love to say, the power that he delivers. Ladies and gentlemen, മലയാളികളെ powerful superstar എന്ന വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Every time I have him with us on the stage, I get goosebumps. Kochi, ladies and gentlemen, put your hands together as we invite our very own Suresh Gopi as the heart of happiness. So Suresh എന്നെ സ്വാഗതം ചെയ്യാനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മിസ്റ്റർ NP സ്വരാജ്, മീഡിയ ഹെഡ് ലുലു ഗ്രൂപ്പ് ഇന്ത്യ. ഒപ്പം സുധീഷ് ചെറിയൽ, General Manager, Lulu Hypermarket India, and Mr. Vishnu, General Manager, Lulu Mall, Kochi. മൂന്നുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Here we have a token of love and gratitude, a bouquet. ഒരു നല്ല കയ്യടി കൊടുക്കാം എല്ലാവർക്കും ഒരുമിച്ച്. Should we call it out? എന്തും എവിടെ പോയി കഴിഞ്ഞാലും മലയാള തനിമയെ, നമ്മുടെ കൾച്ചർ, നമ്മുടെ ട്രഡീഷനെ ഒരുമിച്ച് രണ്ട് കൈയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് സുരേഷ് ചേട്ടൻ. ഇവിടെ we are not getting over it. ഒരു പൊന്നാടി അണിയിച്ചുകൊണ്ട് തന്നെ ആ ഒരു presence to Lulu Mall Kochi. നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ representatives എല്ലാവരും ഒരുമിച്ച്. Thanks a lot to Mr. NP Swaraj, Sudesh Sheril and Vishnu. Thank you. Thanks a lot for joining. See, this is what we told about him. Whenever we say about the great human being in him, this is what we mean. ഒരു നല്ല കയ്യടി കൊടുക്കാം അദ്ദേഹത്തിന് for this love, for the way he is, for acknowledging, for accrediting everybody every day in the Dear Joseph. When we tell it is his day, it is his dream of 5 to 6 years. So Ravindra, we believe that this makes you so happy. And Suresh ചേട്ടാ, ഞങ്ങൾ എല്ലാവരും കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. To listen to your voice, to listen to whatever you say. Over to you. നമസ്കാരം. 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 Good evening, Lulu. Good evening, Kochi. Good evening, the cast and crew of JSK. വളരെ സന്തോഷത്തിൽ, പ്രത്യേകിച്ചൊരു പുതിയ പദവിയിലേറി ആദ്യമായിട്ട് 2022 തുടങ്ങി വെച്ച ഒരു സിനിമയുടെ പ്രദർശനം നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെക്ടേഷനോടെ കാത്തിരിക്കുന്ന, വലിയ പ്രതീക്ഷകളുമായി കാത്തിരിക്കുന്ന എനിക്ക് ദൈവം തരുന്ന മറ്റൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നല്ല ഒരു സിനിമയുമായി, നല്ല വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടി, അതും ഏതാണ്ട് 1.5 വർഷവും 8 മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത്. ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം JSK എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ, എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ, സിനിമയെ സ്നേഹിക്കുന്നവരുടെ വിഷയ ദാരിദ്ര്യം എന്നൊരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭവം അറിയിക്കുന്ന ഒരു മേഖലയും കൂടിയാണ് സിനിമ. സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ്. ആ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും
നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിൽ ഒരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ ഒരു സ്ത്രീ പക്ഷ രാഷ്ട്രീയമുണ്ടെന്ന് ഇതിൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായൺ അറിയിച്ചു. ഞാൻ പറയുന്നു, ഇതൊരു സ്ത്രീ ഹൃദയം പേറുന്ന സിനിമയാണ്. പെൺമക്കളുള്ള, ഭാര്യമാരുള്ള, അമ്മമാരുള്ള, പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോറൽ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. അങ്ങനെ ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോറലല്ല, ഒരു നല്ല പൊളപ്പേൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ ഒരു സർപ്രൈസ് പൊളിക്കുകയാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ഐ തോട്ട് while performing, and I still think I am a villain in this film. ഒരു വില്ലൻ ഭാവം എനിക്ക് ഈ സിനിമയിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് കഥ പൊളിച്ചു, കഥ തുറന്നു പറഞ്ഞു എന്നൊന്നും വിചാരിക്കരുത്. there is lot to it. ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഈ സിനിമയിൽ കൈകാര്യം ചെയ്യുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കഥയ്ക്ക് ആസ്പദമായ സ്ത്രീയുടെ വ്യഥ, അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന മുഹൂർത്തത്തിന് ഒരുപാട് സാമ്യതകൾ ഉണ്ടാവും. ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, അങ്ങനെ നിറയെ സംഭവങ്ങൾ നമ്മൾ ദിവസവും ചിലപ്പോൾ നിർഭയ തുടങ്ങി ജീവിത, അതിജീവിത, അങ്ങനെ എന്തൊക്കെ പേരിട്ട്, പരാജിത, അപരാജിത, അങ്ങനെ ഒരുപാട് ടാഗ് ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ, പ്രായഭേദമന്യേ ഒരുപാട് സഹോദരിമാര് സൊസൈറ്റി കണ്ണീര് കൊണ്ട് മാത്രം, കണ്ണീരിൽ മുക്കി കണ്ണീര് കൊണ്ട് മാത്രം, കണ്ണീരോട് മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ? ഇത് കോടതിയിൽ വിവിധ തലങ്ങളിലെത്തും. ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി? ഇല്ല, തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു ദുരവസ്ഥ. അതൊരു പക്ഷേ പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ, അതിനെ ഞാൻ മഹത്തായ സിനിമയെന്ന് അഭിമാനത്തോടെ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി JSK'ക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആയിനോ ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായിട്ടറിയാം. വലിയ ഉത്തരവാദിത്വമാണ് ശ്രീ പ്രവീൺ നാരായണനുള്ളത്. ഇതിൻ്റെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ലൈനപ്പിലുള്ള സുജിത്തായാലും, ട്രെയിൻ ബേക്ക്, അതുപോലെ തന്നെ സേതു നായർ, ഫനീന്ദ്രകുമാർ. ഈ സിനിമ ആദ്യം പ്രവീണിൻ്റെ അടുത്ത് 2021 വന്ന് പറയുന്നത്. 2021 വന്ന് പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നതും. അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിന് ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത്. അനുപമ ഇവിടെ വളരെ ഹൃദയം തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ, ഇതാദ്യത്തെ സംഭവമല്ല അനുപമ. എനിക്കറിയാവുന്ന സത്യമുണ്ട്, സിമ്രൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ്. പക്ഷെ പിന്നീട് സിമ്രന്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ, നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം. അസിൻ, നയൻതാര, ഇവരെല്ലാം പിന്നെ ലോകം കാക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും. ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റും.
അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാവാൻ പോകുന്നത്. ഐ കോൾ ദിസ് rather not JSK, the voice of Janaki. It is going to be resounding. ഉറപ്പാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി. ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടിത്തേക്കുന്നതും. പക്ഷേ കർമ്മ again, നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതി ബോധത്തിന്റെ, നീതി നിർവഹണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പുതിയ നിയമസംഹിതയിലേക്ക് ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിന്യായം കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് JSK. I would love to have all the actors and the technicians with me, with us on the stage now. Please. All of you, you know. ഞാൻ ഈ സിനിമ കണ്ടതാണ്. 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ സിനിമ കണ്ടതാണ്. ഞാൻ എടുത്തു പറയേണ്ട 2 പെർഫോമേഴ്സ്, their performance, യദു കൃഷ്ണൻ ആൻഡ് ബൈജു, സന്തോഷ് കുമാർ, അലയസ്, ബൈജു. അവർ രണ്ടുപേരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ മനോഹരമായിട്ടാണ്. ഒരു എന്റർടൈൻമെന്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ സിനിമയിലെ പിരിമുറുക്കം മുഴുവൻ ഒരു അയവുണ്ടാക്കുന്ന 2 പെർഫോമൻസസ് ആണ് യദു കൃഷ്ണനും. അതുപോലെ തന്നെ ഒരുപക്ഷെ നമുക്ക് ശ്രീ രാജൻ പി ദേവിലൂടെയും NF വർഗീസിലൂടെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു സിനിമയിലെ പ്രകടനത്തിന്റെ ഒരു സുഖമുണ്ട്. ആ സുഖത്തിന്റെ ഒരു അംശം ഈ 2 കലാകാരന്മാർക്ക് തിരിച്ച് കൊണ്ടുവരുവാനും അവർക്ക് പുതിയ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ആലേഖനത്തിൽ പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് കടക്കാൻ സാധിക്കുമെന്നും ഞാൻ അമിതമായി വിശ്വസിക്കുന്നു. ഇതില് ഈ കാണുന്ന എല്ലാവരുടെയും മുഖം എനിക്ക് നന്നായി ഓർമ്മ വരുന്നു. 2022-23 ഷൂട്ട് ചെയ്തെങ്കിലും ഒരു 5 ദിവസം മുമ്പ് ആ സിനിമ കണ്ടതുകൊണ്ട് എനിക്ക് എല്ലാവരെയും ഇന്നലെ ഷൂട്ടിംഗ് തീർന്നതുപോലെ തന്നെ ഓർമ്മ വരുന്നു. എല്ലാവരും ഈ സിനിമയിൽ അവരവരുടെ ഭാഗങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് എല്ലാവരെയും ഇതെല്ലാം കമ്പൈൽ ചെയ്ത് ഡയറക്ടറെയും നന്നായി ഇത് എഡിറ്റ് ചെയ്ത് ചേർത്ത് പല നല്ല ഭാഗങ്ങളും സംജത്തും മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. അതിന് എൻ്റെ വക നല്ലൊരു സമ്മാനം പിന്നെ ഉണ്ടാവും കേട്ടോ. വളരെ നല്ല ചില, പക്ഷെ all what was strictly relevant had been put into place. വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ ഒരു ഒഴുക്ക് ഒട്ടും കെട്ടുപോകാത്ത രീതിയിലാണ്. ആൻഡ് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇതിന് ഞാൻ JSK എന്നല്ല വോയിസ് ഓഫ് ജാനകി എന്ന് വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ I would request, it's a prayer to Anupama Parameshwar, a wonderful performer in this film. ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. Your performance is worth it. പക്ഷെ we would like to listen to the voice of Janaki. പറ്റുമോ? ഈ സിനിമയിൽ നമ്മൾ ഇതിനകത്ത് ഒരു സ്നിപ്പറ്റ് ഷോട്ടിൽ കണ്ടതാണ്, കേട്ടതാണ്. ഒരു സ്ക്രീമുണ്ട്. ആ സ്ക്രീൻ ഈ സിനിമയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ അലർച്ചയാണ് ജാനകി ആ മൊമെന്റിൽ അലറുന്നത് നമ്മൾ കേൾക്കുന്നത്. ഈ ഒരു ഇവന്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു കാസ്റ്റിംഗ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക്
ഇത് ഒപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് വയ്ക്കുന്നത്. ഇതെന്റെ സ്ക്രീമല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുടെ സ്ക്രീമാണ്. ആ സ്ക്രീം എല്ലാവരും കേൾക്കണം. ആ സ്ക്രീനിലെ പേര് എല്ലാവരും മനസ്സിലാക്കുന്നത് ഞാൻ That's very well said by the voice of Janaki Pranarko, complete ആയത്. Thanks a lot. സുരേഷ് ഏട്ടാ, ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇപ്പൊ സുരേഷ് ഏട്ടൻ പറഞ്ഞു about ആ ഒരു വോയിസ് ഓഫ് ജാനകി മൂവിയിൽ ഏറ്റവും വലിയൊരു മൊമെന്റം. പക്ഷെ ഞങ്ങൾക്ക് സുരേഷ് ഏട്ടനെ ഇഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സുരേഷ് ഏട്ടനെ കാണുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഓടി വരുന്നത് എപ്പോഴും സുരേഷ് ഏട്ടൻ്റെ ഡയലോഗ്സ് ആണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു ഡയലോഗ് can you deliver it for all of us, for people on the stage, off stage, എന്തെങ്കിലും ഒരു ഡയലോഗ് for us. ഈ സിനിമയിലാവും, അല്ലെങ്കിൽ ഞങ്ങൾ സുരേഷ് ഏട്ടൻ്റെ ആഘോഷമുള്ള ഒരുപാട് ഡയലോഗുകളുണ്ട്. സുരേഷ് ഏട്ടന് ഇഷ്ടമുള്ള ഡയലോഗ് we are okay with it. മോഹൻ തോമസിന്റെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കൊടിച്ച് 4 നേരം വെട്ടുവിഴുങ്ങി ഏമ്പക്കവും വിട്ട് ആസനത്തിൽ പാലും ചുരുട്ടി വെച്ച് അവന്റെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലുള്ള പരമനാറികൾക്ക് നായ എന്ന പേര് ചേർന്നു, എനിക്ക് ചേരില്ല. ഓർത്തോ, ഐ എം ഭരത് ചന്ദ്രൻ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. It's been years, പക്ഷേ ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ especially on stage ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും goosebumps ഉണ്ടാവും, right? താങ്ക് യു സുരേഷ് ഏട്ടാ. ഒരു കാര്യം കൂടെ പറയാൻ പറ്റുപോയി. ഇത് ഷൂട്ടിന് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒരുപാട് തവണ ഞാൻ സുരേഷോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റ തവണ ഒരു സുരേഷ് ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും തന്നെ കേൾപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് തവണ ഞാനത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ സുരേഷ് ഏട്ടൻ്റെ മുഖത്ത് നിന്ന് ഞാൻ ഡയലോഗ് കേൾക്കുക എന്ന് പറയുന്ന ഒരു ഫാൻ ബോയ് എന്നുള്ള അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു കാര്യം കൂടെ, ഈ സിനിമയുടെ സമയത്ത് ഞാൻ സുരേഷ് ഏട്ടനെ കണ്ടുമുട്ടിയ സമയത്ത് സുരേഷോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ അമ്മയായും പെങ്ങളായും സഹോദരിയായും കൂട്ടുകാരിയായും അപ്പച്ചയായും അല്ലെങ്കിൽ അമ്മൂമ്മയായും ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, കാമുകിമാരുമായിട്ടൊക്കെ. എന്നാൽ അവരോടൊക്കെ എത്രത്തോളം നീതി പുലർത്താൻ സാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിനെല്ലാം ഒരു സമർപ്പണമായിരിക്കും എൻ്റെ ഈ ജാനകി എന്നുള്ള കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പുണ്ട്. താങ്ക് യു. That's really beautiful. And Praveen Chetta, നമ്മളിവിടെ we are all here for the audio launch. And our audio launch we have the cremated disc all set. അപ്പോൾ സുരേഷ് അത് റിവീൽ ചെയ്യുന്നതിന് മുൻപ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് when we are celebrating the audio launch, അത് ചെയ്യാൻ when we have Suresh Gopi, an amazing actor, politician, an amazing human being, and more than all of that, he is also an amazing singer. ഒരു നല്ല പാട്ടുകാരൻ കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി 2 പാട്ട് പാടുന്നത്. ഈ സിനിമയിൽ ഒരു പിരിമുറുക്കം ഞാൻ പറഞ്ഞു. അതിനകത്തൊരു യെല്ലിംഗ് ഫോർ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഈ സിനിമയിൽ പറയുന്നു. അതൊക്കെ ഒരുപാട് പേരുടെ നെറ്റിയിൽ ഫ്രൗൺ കൊണ്ടുവന്നിട്ടുണ്ട്, പുരികം ചുളഞ്ഞിട്ടുണ്ട് പലരുടെയും. ഒരു പിരിമുറുക്കം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ഒരു സീലിയൻ ഫീച്ചർ. എനിക്ക് തോന്നുന്നു ഞാൻ വർത്താനം പറഞ്ഞ് പടത്തിനെ കുറിച്ച് പറഞ്ഞ് ഇവിടെ ആ ഒരു പിരിമുറുക്കമുണ്ട്. പക്ഷെ സ്വാതന്ത്ര്യം, അതിൻ്റെ സുഖം, അത് നമ്മൾ പറവകളുടെ ഫ്ലൈറ്റിനോടാണ് എപ്പോഴും, ഇല്ലേ? ആരുമില്ല, മതിൽ കെട്ടുകളില്ല, അതിർവരമ്പുകളില്ല. എവിടെ വേണമെങ്കിലും പറക്കാം, എവിടെ വേണമെങ്കിലും രമിക്കാം, എവിടെ വേണമെങ്കിലും ഭക്ഷണം കണ്ടെത്താം. ഇന്ന് മാത്രമാണ് അവരുടെ ഒരു ലക്ഷ്യം, ഇന്ന് മാത്രമാണ് അവരുടെ പ്രാപ്തി. അതുപോലെ മനുഷ്യർക്കും ആകണം എന്നാഗ്രഹിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരുപാട് നടന്മാരുണ്ട്. ശ്രീ MGRന്റെ 1000-ലൊരുവൻ സിനിമയിലെ ഒരു പാട്ടാണ് നമുക്ക് വി ഷുഡ് ഓൾ ഗെറ്റ് ലിബറേറ്റഡ്. അപ്പോൾ ആ ലിബറേഷനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ട് ഞാനിവിടെ പാടാം. ഒരു അക്കമ്പനിമെൻ്റ് ഒക്കെ ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം അത് ഇംപ്രസീവ് ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നിങ്ങളൊക്കെ ഈ പാട്ട് പോയി ഒന്ന് യൂട്യൂബിലിട്ടൊന്ന് കേൾക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ശ്രമിക്കാം.
அதோ அந்த பறவை போல பாட வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். அதோ அந்த பறவை போல பாட வேண்டும், இதோ இந்த அலைகள் போல ஆட வேண்டும். ஒரே வானிலை ஒரே மண்ணிலே, ஒரே வானிலை ஒரே மண்ணிலே, ஒரே கீதம் உரிமை கீதம் பாடுவோம். സുരേഷിന്റെ പാട്ടായിട്ട് എന്റെ മൈക്ക് ഒരു ഓഫ് ചെയ്തു, അവർ ഓഫ് ചെയ്തെന്ന് തോന്നുന്നു. But then, thanks a lot, Suresh, and now it's the moment that we're all set to do the audio launch. So audio launch we have the disc, audio disc all set. അപ്പോൾ അത് റിവീൽ ചെയ്ത് ലോഞ്ച് ചെയ്യുന്ന ഒരു സെറമണിയിലേക്കാണ് നമ്മൾ. നമുക്ക് 3 പേരെ ഇവിടെ ഈ വേദിയിൽ, പ്രൊമോഷന്റെ ഭാഗമല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കലാകാരന്മാരുടെ ജീവിതത്തിലെ പ്രൊമോഷനായി മാറേണ്ടതുണ്ട്. രാജേഷ് കൊട്ടാരക്കര, സുജിത് ആൻഡ് ഹരി, അടൂർ. അടൂരും കൊട്ടാരക്കരയൊക്കെ അടുത്ത് തന്നെ, 3 പേരും ഉണ്ടാവും. ഈ 3 പേരും ഒരുപക്ഷെ വളരെ പ്രക്ഷുബ്ധമായ ഒരു ജീവിതത്തിന്റെ, ഒരു ദിവസത്തെ ജീവിതത്തിന്റെ അവസാനം ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പ്രക്ഷുബ്ധതയെല്ലാം മനസ്സിലടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രഷർ, ആ പ്രഷറിൽ നിന്ന് റിലീസ് ചെയ്യാൻ കാലാകാലങ്ങളിൽ രാജേഷ് പറവൂർ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ടീമുണ്ട്, മായ, അതിന് മുമ്പ് ജഗദീഷ് ചേട്ടൻ നയിച്ചിരുന്ന കോമഡി സ്റ്റാർസിലെ ഷോ, ഇതൊക്കെ കണ്ടിട്ടാണ് കിടന്നത്. ഇൻവേരിയബിളി പകല് പോലും ഒരു പക്ഷെ എന്തെങ്കിലും പ്രഷർ അധികമായിട്ടുണ്ടെങ്കിൽ ഈ 3 കലാകാരന്മാരെയാണ്. നിങ്ങൾക്കെതിരെ എല്ലാം നല്ല പരിചയം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. ഈ കലാകാരന്മാരെ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചു. അവർ ഈ വേദിയിലേക്കാണ് വന്നത്. പ്രോത്സാഹിപ്പിക്കണം, അവർക്ക് വലിയ രീതിയിൽ വളരാൻ സാധിക്കും എന്ന് മാത്രം ഞാൻ എൻ്റെ പ്രാർത്ഥനാ രൂപത്തിൽ ഇവിടെ അറിയിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇവിടെ? ചെയ്യുന്നില്ല.